ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. صدق الله مولانا العظيم. വേദിയിലെ വന്യരായ പണ്ഡിത ശ്രേഷ്ഠൻ സിറിയ മുഹമ്മദ് മുസ്ലിയാർ, അബ്ദുസലാം ഫൈദി, കുന്നമ്മദ് മൗലവി, ഇർഷാദ് ഫൈദി, എനിക്ക് പിറകിൽ നാം കാതോർക്കുന്ന പ്രതീക്ഷിക്കുന്ന നമ്മുടെ ഉജ്ജ്വല പ്രഭാഷകൻ പ്രിയങ്കരനായ അലവിദാരി ഉളിമണ്ണ ഉൾപ്പെടെ ഈ ജനനിർഭരമായ മജ്ലിസിൽ സംഗമിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവാക്കളെ, നാട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടി സാലിഹായ ഒരു അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിപാടി നടത്താനും സംഘടിപ്പിക്കാനും വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല രണ്ടു വീട്ടിലും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയുടെ സവാബ് നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വന്യരായ ഉസ്താദുമാർക്കും സാദാത്യങ്ങൾക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നടത്തിയ മുൻകഴിഞ്ഞ പരിപാടികൾ, ആ പരിപാടികളിൽ തൽപര കക്ഷികൾ നടത്തിയ കുപ്രചരണങ്ങളുമെല്ലാം ബഹുമാന്യനായ ബഷീർ മൗലവിയുടെ സ്വാഗത പ്രഭാഷണത്തിൽ നമ്മൾ ശരിക്കും മനസ്സിലാക്കി. വായടപ്പൻ രൂപത്തിൽ തന്നെ വിമർശകരുടെ വായ അടയുന്ന രൂപത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അല്ലാഹു തആല നമ്മുടെ സംഘടനയുടെ പ്രവർത്തകന്മാർക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും അവരുടെ ജോലികളിലൊക്കെ അല്ലാഹു തആല നല്ല ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. ഈ പരിപാടി, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ജനസാന്ദ്രമായി തിങ്ങി നിറഞ്ഞ ഈ പരിപാടിയെ, ഇതിന്റെ ദൃശ്യ ശ്രവ്യ രംഗങ്ങളെയെല്ലാം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്കും എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പ്രവർത്തകന്മാരായ നമ്മുടെ യൂനിസ് ഫൈസി ഉൾപ്പെടെയുള്ള നമ്മുടെ പ്രവർത്തകന്മാർ, വിദേശത്തുള്ള പ്രവർത്തകന്മാർ, അവർക്കൊക്കെ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘമായി ഞാൻ വിഷയാവതരണമോ ഉദ്ഘാടന പ്രസംഗമോ നടത്തുന്നില്ല. നമ്മൾ വിശദമായ വിഷയാവതരണത്തെ നാം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അലവി ദാരിബിയുടെ പ്രഭാഷണം. ഇവിടെ നസാഫ് മൗലവി എന്ന് പറഞ്ഞിട്ടൊരു മൗലവി ഇവിടെ പ്രസംഗിച്ചു എന്ന് അറിഞ്ഞപ്പോ എന്റെ മനസ്സിൽ ഓടിയ ഒരു ചിത്രമുണ്ട്. ഒരു വീട്ടുകാരനായ പിതാവും അയാളുടെ പുത്രനും തമ്മിൽ, അല്ലെങ്കിൽ അയാളുടെ മാതാപിതാക്കളും ആ പുത്രനും തമ്മിൽ വലിയ വഴക്കുണ്ടായി. ഈ ഉമ്മയും ബാപ്പയും പറയുന്നത്, മോനെ, എടോ, നീ ഞങ്ങളുടെ മകനല്ല, നീ വേറെ ഏതോ ചിലരുടെ മകനാണ്, ഇവിടുന്ന് നീ പുറത്താവണം, ഈ വീട്ടിൽ നിന്ന് നീ പോണം.
അപ്പൊ മകൻ പറഞ്ഞു, നിങ്ങൾ രണ്ടാളും എന്റെ ഉമ്മയല്ല, എന്റെ ബാപ്പിയല്ല, എന്റെ അമ്മയും ബാപ്പിയും വേറെയാണ്, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അയാൾ ഇറങ്ങിപ്പോന്നു. അയാൾ ഇറങ്ങിപ്പോന്നപ്പോ വഴിക്കൽ നല്ല ഒരു ശാന്തമായ നല്ല കുടുംബജീവിതം നയിക്കുന്ന സുന്ദരമായ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു വീട്ടുകാരെ കണ്ടു. അപ്പൊ ആ വീട്ടുകാരെ കണ്ടപ്പോ അവിടുത്തെ വീട്ടുകാരനെ വിളിച്ചിട്ട് പറയാണ്, എടാ തന്തല്ലാത്തോനെ, ബാപ്പല്ലാത്തോനെ. അപ്പൊ ബാപ്പല്ലാത്തതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഈ ഹംക്ക് നല്ലൊരു വീട്ടുകാരനെ വിളിച്ചിട്ട് പറയാം ബാപ്പല്ലാത്തോനെ. ഇതേ അനുഭവം അല്ലെങ്കിൽ ഇതേ അവസ്ഥയാണ് നസാസ് മൗലവി ഇവിടെ വന്ന് പ്രസംഗിച്ചു എന്ന് പറഞ്ഞപ്പോ നമുക്ക് തോന്നിയത്. കാരണം അയാൾ അവസ്ഥ എന്താണ്? അയാൾ കഴിഞ്ഞ വർഷം എവിടെയായിരുന്നു? ഈ വർഷമല്ലേ അയാൾ മുജാഹിദ് കേരള നദ്വത്തുൽ മുജാഹിദീനിക്ക് വന്നത്. ഇതിനു മുമ്പ് അയാൾ എവിടെയായിരുന്നു എന്നറിയോ? ഈ വിഭാഗത്തിലായിരുന്നു. മടവൂരി വിഭാഗം ഇയാളെ ചവിട്ടി പുറത്താക്കി. എങ്ങനെ പുറത്താക്കിയെന്നറിയോ? കേവലം നാട്ടുപ്രശ്നത്തിന്റെ പേരിലല്ല, സംഘടനാ പ്രശ്നത്തിന്റെ പേരിലല്ല, വൈയക്തികമായ എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിലല്ല. മടവൂരി വിഭാഗം മുജാഹിദുകൾ പറയുന്നു, നസ്സാഫേ നീ പച്ച കാഫിറാണ്, പോണം ഇവിടുന്ന്. അപ്പൊ നസ്സാഫ് പറയാണ്, ഞാനല്ല കാഫിർ, നിങ്ങളാണ് കാഫിരീങ്ങള്, നിങ്ങൾ മുശ്രിക്കീങ്ങളാണ്, നിങ്ങൾ ഹദീസ് നിഷേധികളാണ്, നിങ്ങൾ ബുഖാരിയെ തള്ളിപ്പറഞ്ഞവരാണ്, നിങ്ങൾ പക്കാ മുശ്രിക്കീങ്ങളാണ്. അങ്ങനെ നസാഫ് മൗലവി മടവൂരി കൂടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴാണ് വെട്ടുകാട് വന്നിട്ട് ഈ നാട്ടിലുള്ള 1400 കൊല്ലക്കാലത്തെ ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ പിന്മുറക്കാരായ ശ്രേഷ്ഠരായ മുസ്ലിമീങ്ങളെ അടിച്ച് ആക്ഷേപിച്ചുകൊണ്ട് കാഫിരീങ്ങളെ മുസ്ലിക്കീങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ച് പ്രസംഗിച്ച് പോയത്. യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്താണ്? അയാൾ എവിടുന്നാ വന്നത്? അയാൾ കേരള നദ്വത്തുൽ മുജാഹിദീനിലേക്ക് കാലുകുത്തിയത് എന്തിന്റെ പേരിലാ? ആരാണ് മുശ്രിക്ക്, ആരാണ് കാഫിർ എന്ന് തമ്മിൽ ആരോപിച്ചിട്ട് അവരുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു പോന്നിട്ട് കേരള നദ്വത്തുൽ മുജാഹിദിലേക്ക് ചേക്കേറി. ഇപ്പൊ നമ്മൾ ആവള സംവാദത്തിൽ ചെന്നപ്പോണ്ട് അയാൾ KNMന്റെ വേദിയിൽ ബാക്കിലിരിക്കണം. ഞങ്ങള് രാവിലെ ചാടിച്ചാൻ വേണ്ടി ഹോട്ടൽ കയറി പൊറാട്ട കയറിയപ്പോണ്ട് ഉള്ളിത്തെ റൂമിൽ ഇയാളും പൊറാട്ട വന്നു. അപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടത്, റബ്ബേ ഇയാൾ മടവൂരിൽ നിന്നിട്ട് പോന്നോ? അപ്പൊ ഇവർക്ക് തൗഹീദ് ശിർക്ക് എന്ന് പറഞ്ഞ അത്രേ ഉള്ളൂ. തലേന്ന് തൗഹീദായാൽ പിറ്റേന്ന് ശിർക്കാണ്. രാവിലത്തെ ശിർക്ക് വൈകുന്നേരം തൗഹീദാകുന്നു, വൈകുന്നേരത്തെ തൗഹീദാ പിറ്റന്നാൾ ശിർക്കാകുന്നു. ഈ രൂപത്തിൽ കുട്ടികൾ പന്തുകൊണ്ട് അമ്മാനമാടുന്നതുപോലെ കേവലം അമ്മാനമാടാനുള്ളതാണോ തൗഹീദും ശിർക്കും എന്ന് പറയുന്നത്? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ പറയുകയാണ്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദൈവ വിശ്വാസം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഒരു ദൈവമേ ഉള്ളൂ. ഒരു ദൈവമേ ഉള്ളൂ എന്ന് മാത്രമല്ല തൗഹീദ്. ആ ദൈവം അല്ലാഹു മാത്രമാണെന്ന് വിശ്വസിക്കലാ തൗഹീദ്. ദൈവം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കൽ മാത്രമല്ല തൗഹീദ്. അല്ലാഹു അല്ലാതെ വേറെ ദൈവത്തെക്കുറിച്ച് ആ ദൈവം മാത്രമാണ് ദൈവം എന്നൊരാൾ വിശ്വസിച്ചാൽ അത് തൗഹീദാവൂല. എന്താണ് തൗഹീദ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാ ഹുവ തൗഹീദ്, എന്താണ് തൗഹീദ് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താണ്? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന വിശ്വാസമാണ് തൗഹീദ്. അതാ ഏകദൈവ വിശ്വാസം. പക്ഷേ ഇവിടെ വന്ന നസാഫ് മൗലവി കുത്തുബിയത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് മുഹ്യിദ്ദീൻ ശൈഖിനോട് ഇസ്തിഗാസ ചെയ്യുന്നതിന് മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞതെന്താ? അഭൗതികമായ മാർഗത്തിലുള്ള സഹായ തേട്ടം റബ്ബിനോട് എന്നതാണ് തൗഹീദ്. അല്ലേ? ആർക്കെങ്കിലും അത് മനസ്സിലായോ?
ഈ നസാഫ് മൗലവിയുടെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട മുജാഹിദിന്റെ അവിടുന്ന് ഇവിടുന്നും ഇറക്കുമതി ചെയ്ത ഏതെങ്കിലും ഒരാൾക്ക് ആ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ആളുകൾക്ക് മനസ്സിലാവാത്ത സങ്കീർണമായ ആ ഭാഷാപ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് പോലും ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഇതാണോ തൗഹീദ്? വളരെ ലളിതമായ, ലോകർക്ക് മനസ്സിലാകുന്ന, സാധാരണക്കാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്ന സൂറത്തുൽ അംബിയായിലൂടെയും മറ്റു ആയത്തുകളിലൂടെയും അല്ലാഹു പഠിപ്പിച്ച കാര്യമില്ലേ? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് തൗഹീദ്. എത്ര സുതാര്യമാണ്, എത്ര ലളിതമാണ്, എത്ര എളുപ്പമുള്ള കാര്യമാണ്. എന്നിട്ട് ആ തൗഹീദിന്റെ ഉറച്ച ആൾക്കാരായ ഈ ഇരിക്കുന്ന കാരണമാണ് ആ തൗഹീദ് കൽബിൽ ഉറച്ച ആളാണ്. ആ ഇരിക്കുന്ന 100 കണക്കിന് ചെറുപ്പക്കാരടങ്ങുന്ന ഈ ജനസഞ്ചയത്തിന്റെ കൽബിന്റെ അകതാരിൽ ഉറച്ച ഈമാനിന്റെ ശബ്ദമായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വെളിച്ചം കൊണ്ട് ധന്യമാകുമ്പോൾ എന്നിട്ട് ആ ജനതയുടെ നേർക്ക് വന്നിട്ട് പറയുകയാണ് ഇവർ കാഫിരീങ്ങളാണ്. എന്നാൽ ഈ വിഭാഗത്തിന്റെ തുടക്കം എപ്പോഴാണെന്നറിയോ? എന്റെ മുഅ്മിനീങ്ങളെ, ഇവരാണ് വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ട് സൗദി അറേബ്യയിൽ ഹിജ്റാബ്ദം 1100 ശേഷം ആരംഭിച്ച വഹാബി പ്രസ്ഥാനത്തിന്റെ കേരളീയ പതിപ്പാണ് മുജാഹിദുകൾ, അല്ലെങ്കിൽ സലഫികൾ, അതല്ലെങ്കിൽ ഇസ്ലാഹികൾ, ഇങ്ങനെ പല ജാതി പേരുകളെ കൊണ്ടറിയപ്പെടുന്ന ഈ ആളുകൾ എന്ന് പറയുന്നത് വഹാബിസമാണ്. എന്താണ് വഹാബിസം എന്നറിയോ? വഹാബിസത്തെക്കുറിച്ച്, വഹാബീസത്തിന്റെ രൂപാന്തര കാലഘട്ടത്തിൽ തന്നെ അക്കാലത്തുള്ള ഇസ്ലാമിക ലോകത്തിന്റെ ലോകോത്തര പണ്ഡിതന്മാരെല്ലാവരും ഒന്നടങ്കം ഈ സമുദായത്തോട് ആ വിഭാഗത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ നമുക്ക് വായിക്കാനുണ്ട്. ഷാഫിഈ മദ്ഹബിലുള്ള ഇമാമിങ്ങളെ ഉദ്ധരണികൾ വായിക്കാനുണ്ട്. ഹനഫി മദ്ഹബിലുള്ള ഇമാമിങ്ങളെ ഉദ്ധരണികൾ വായിക്കാനുണ്ട്. മറ്റു മദ്ഹബിലുള്ള ഇമാമിങ്ങളൊക്കെ ഉദ്ധരണികൾ വായിക്കാനുണ്ട്. ഞാൻ ഒരൊറ്റ ആശയം, ഒരൊറ്റ ഇബാറത്തും മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. മഹാനായ ഇമാം അഹ്മദ് സാവി റളിയല്ലാഹു തആല അൻഹു ലോകം കണ്ട പ്രഗത്ഭനായ മുഫസ്സിറാണ്. ലോകം അംഗീകരിച്ച മുഫസ്സിറാണ്. മുജാഹിദുകൾ പോലും അവരുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്ന മുഫസ്സിറാണ് ഇമാം സാവി റളിയല്ലാഹു തആല അൻഹു. അങ്ങനെയുള്ള ഇമാം സാവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സൂറത്തുൽ ഫാത്തിഹ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്. ഏതാണ് 5-ാമത്തെ ആയത്ത്? അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസനാ فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ് വനസല ഫീ അബീ ജഹ്ലിൻ വഗൈരിഹി. ഈ ആയത്തിൽ വിമർശിക്കപ്പെട്ട വിഭാഗം അബൂജഹലും കൂട്ടുകാരുമാണ് എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ് വഖീല ഹാദിഹിൽ ആയത്തു. ഈ ആയത്തിന്റെ അവതരണം നസലത്ത് ഫിൽ ഖവാരിജി. ഇസ്ലാമിലെ ഒന്നാമത്തെ അവാന്തര കക്ഷികളായ, ഭിന്നിപ്പിന്റെ കക്ഷികളായ, പിന്തിരിപ്പൻ കക്ഷികളായ, ബിദ്അത്തിന്റെ കക്ഷികളായ ഖവാരിജിയാക്കളിലാണ് ഈ ആയത്തിന്റെ പരാമർശം എന്നും അഭിപ്രായമുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം? അല്ലദീന യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്നാ. ഖുർആൻ ഹദീസിന്റെ വ്യാഖ്യാനങ്ങളെ അവര് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും. മുസ്ലിമീങ്ങളെല്ലാം കാഫിരീങ്ങളാണ്, മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കേണ്ടതാണ്, മുസ്ലിമീങ്ങളെ ധനം അപഹരിക്കേണ്ടതാണ് എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. കമാ ഹുവ മുശാഹദുൻ അൽആന ഫീ നബാഇരിഹിം. അന്ന് സ്വഹാബത്തിന്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട സ്വഹാബിമാരെ കാഫിറാക്കിയ, അക്കാലത്ത്
കാലത്ത് ജീവിച്ചിരിപ്പുള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ കാഫിറാക്കിയ ഖവാരിജിയാക്കളിലെ ആ ഖവാരിജിയാക്കളുടെ പിന്മുറക്കാരായിട്ട് ഇക്കാലത്ത് സൗദി അറേബ്യ അല്ലെങ്കിൽ ഹിജാസ് എന്ന പ്രവിശ്യയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. വഹും ഫിർഖത്തുൻ ബി അർളിൽ ഹിജാസ്. ഹിജാസ് ഭൂമികയിലുള്ള ഒരു ചേരിക്കാരാണവർ. യുഖാലു ലഹുൽ വഹാബിയ്യ. അവരുടെ പേരാണ് വഹാബികൾ. അവരുടെ പേരാണ് വഹാബികൾ. യഹ്സബൂന അന്നഹും അലാ ശൈ. ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത് എന്നാണ് അവരുടെ വിചാരപ്പെടൽ. പക്ഷേ അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. നാവ് തുറന്നാൽ കളവ് മാത്രമേ അവർ പറയുകയുള്ളൂ. ഇസ്തഹബദ അലൈഹിമുശ് ശൈത്താൻ. പിശാച് അവരുടെ മേൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ. അലാ ഇന്ന ഹിസ്ബുശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്നത് സഹാബത്തിന്റെ കാലത്ത് പൊട്ടിപ്പുറപ്പെട്ട ഇസ്ലാമിനെ ദുർബലപ്പെടുത്തുവാൻ വേണ്ടി ഇബ്ലീസിന്റെ ആളുകൾ തയ്യാർ ചെയ്തുണ്ടാക്കിയ ഖവാരിജിയാക്കളുടെ പിന്മുറക്കാരായ ദുഷ്ടശക്തികളാണ് എന്ന് ആരാ പഠിപ്പിക്കുന്നത്? മുജാഹിദുകൾ പോലും അവരുടെ പാഠപുസ്തകത്തിൽ ഇമാമായി അംഗീകരിച്ച ഇമാം അഹ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിന്റെ 3-ാം വാള്യം 355-ാമത്തെ പേജിലാണ് പറയുന്നത്. ശരിയല്ലേ പറഞ്ഞത്? ശരിക്കും നിങ്ങളൊന്ന് വായിച്ചു. എന്റെ മേശപ്പുറത്ത് ഈ കവറിൽ ഉള്ള ഏതാനും പുസ്തകങ്ങൾ നിങ്ങളൊന്ന് എടുത്തു വായിച്ചു നോക്കണം. ഞാനിവിടെ വന്നതിന് ശേഷം അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തു. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുമോ എന്ന ആശങ്ക തിരുത്താൻ വേണ്ടി ഞാൻ ഒന്നുകൂടി അതൊന്ന് വായിച്ചു. എന്താ അതിൽ പറയുന്നത് അറിയോ? കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം ലോകത്തെ ഇസ്ലാമിക സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഇസ്ലാമിക പ്രവർത്തന നിരയോടും ഒത്തുപോകാത്ത ഒറ്റപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് എന്ന് അവരെ എഴുതി വെച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട പ്രസ്ഥാനം എന്നുള്ളതിന് നമുക്ക് ദൃശ്യമായ തെളിവുകളുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ നെഞ്ചത്ത് ഡേഞ്ചർ മോഡൽ ഈ നിസ്കാരമുണ്ടല്ലോ, ഇത് കേരളത്തിലുള്ള മുജാഹിദുകളല്ലാതെ വേറെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വക്താവ് എന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഇവിടെ ലോകത്തിന്റെ നാനാഭാഗത്തും ജോലിയിലായിട്ടും മറ്റും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വിഭാഗത്തെ കേരളത്തിലല്ലാതെ? അപ്പൊ ഈ കേരളത്തിലുള്ള മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് മുസ്ലിം ലോകത്തിൽ നിന്ന് തെറിച്ചുപോയ ഒരു പ്രസ്ഥാനമാണ്. മുസ്ലിം ലോകത്തിൽ ഇവർക്കൊരു മാതൃകയില്ല. മുസ്ലിം ലോകത്തോട് യോജിച്ചു പോകാൻ ഇവർക്ക് കഴിയില്ല. ആ വിധത്തിലുള്ള പ്രസ്ഥാനമാണ് അവരെഴുതി വെക്കുകയാണ്. വീണ്ടും ഇതൊക്കെ കേരളത്തിൽ 2002 ശേഷം മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള പിളർപ്പിന് ശേഷം അവരിറക്കിയ വിവിധങ്ങളായ സാഹിത്യങ്ങളിൽ അവർ തന്നെ തുറന്നെഴുതുകയാണ്. കേരളീയ മുജാഹിദുകൾക്ക് സൗദി അറേബ്യയിലുള്ള സലഫി പ്രസ്ഥാനത്തോടല്ല കൂടുതൽ ആഭിമുഖ്യമുള്ളത്, മറിച്ച് സൗദി അറേബ്യയിലുള്ള വഹാബി പ്രസ്ഥാനത്തെ ഈജിപ്തിലേക്ക് സപ്ലൈ ചെയ്തതിനു ശേഷം ഈജിപ്തിൽ ആ വഹാബീസത്തെ പാശ്ചാത്യവൽക്കരിക്കപ്പെട്ടതിനു ശേഷം എന്ന് വെച്ചാൽ 3 ത്രിമൂർത്തികൾ ഇവർ പറയുന്നുണ്ട്. ഒന്ന് റഷീദ് റിള. എന്റെ ശബ്ദം ശ്രമിക്കുന്ന മുജാഹിദ് സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കണം. കേരളത്തിലുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ അസ്തിത്വത്തിന്റെ തകർച്ച എന്താണ് അത് നിങ്ങൾ പഠിക്കണം. അത് പഠിച്ചതിനു ശേഷം നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട്, ഏതാനും നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈവെക്കുന്ന ആൾക്കാരല്ലേ, അപ്പൊ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് മലർന്ന് കിടക്കുമ്പോൾ നെഞ്ചത്തൊന്ന് കൈവെക്കുക. ആ നിസ്കാരത്തിൽ നെഞ്ചത്ത് കൈവെക്കുന്നതിന് പകരം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നെഞ്ചത്തൊന്ന് കൈവെക്കുക, എന്നിട്ടൊന്ന് ചിന്തിക്കുക. ഞങ്ങൾ തന്നെ അഥവാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ തന്നെ എഴുതി വെച്ചതെന്താ എഴുതി വെച്ചത്? പിളർപ്പിന്റെ ഘട്ടത്തിൽ എഴുതി വെച്ചതെന്താ? ഈജിപ്ഷ്യൻ ത്രിമൂർത്തികളായ റഷീദ് റിള, ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദ, ഈ 3 പാശ്ചാത്യ ചിന്തകളെ ഇസ്ലാമിക സമൂഹത്തിൽ അന്വേഷിക്കാൻ സൃഷ്ടിക്കപ്പെട്ട പാശ്ചാത്യ ചാരന്മാരുടെ ജീവിതത്തെ, ചിന്തകളെ മാതൃകയാക്കി കൊണ്ടുവന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് മുജാഹിദുകൾ തന്നെ അവരുടെ സ്വന്തം പുസ്തകങ്ങൾ എഴുതി വെച്ചുപോയി. അല്ലേ? ഇതൊക്കെ ആൾക്കൂട്ടം മനസ്സിലാക്കി കഴിഞ്ഞു, ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്നിട്ട് ഇവരുടെ ഇടയിലുള്ള ഈ
അരുതായ്മകളും കൊള്ളരുതായ്മകളും മറച്ചു വെച്ചുകൊണ്ട് ചില പുകമറകൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നസാഫ് മൗലവിയെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്റെ കയ്യിലുള്ളത് വിചിന്തനം എന്ന് പറഞ്ഞ ഔദ്യോഗിക വിഭാഗം മുജാഹിദിന്റെ അവരുടെ ഔദ്യോഗിക പാക്ഷികമാണ്, ഔദ്യോഗികമായ അവരുടെ ജിഹയാണ് വിചിന്തനം. ഈ വിചിന്തനം പ്രസിദ്ധീകരിക്കുന്നത് 2015 മാർച്ച് 20 ഇത് അച്ചടിയുടെ മഷി അതിന്റെ വാസന ഉണങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒന്ന് മനത്തോക്കേണ്ടി വരും. ഉണങ്ങിയിട്ടുണ്ടാവില്ല, അത്ര അടുത്ത് പ്രസിദ്ധീകരിച്ചതാ. ഇതൊന്ന് വായിച്ചു തരാം. ഇവരുടെ ആശയത്തിന്റെ പാപ്പരത്വം, ഇവരുടെ വൈരുദ്ധ്യങ്ങളുടെ ആഴം സാധാരണക്കാരന് ബോധ്യപ്പെടുന്ന ഒരു ചെറിയ സാമ്പിൾ. ഗൾഫിൽ നിന്നൊക്കെ റിട്ടയർഡായി വരുന്ന ആൾക്കാർ, എല്ലാ ഗൾഫുകാരാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ, ഉസ്താദന്മാരൊക്കെ ക്ഷമിക്കണം, ഞാൻ ചില ആളുകളെ ഉദ്ദേശിച്ച് പറയാം. ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന ചില ആൾക്കാരുണ്ട്, റുജൂഅ ചെയ്തു വരുന്ന ആൾക്കാർ. പോകുന്ന സമയത്തൊന്നും കുഴപ്പമുണ്ടാവില്ല, പിന്നെ മടങ്ങി വരുന്ന സമയത്ത് ഉള്ള പോലെ സ്വഭാവം എന്താ വെച്ചാൽ പല മാറ്റങ്ങളും ഉണ്ടാവും. അവിടെ ഇവിടെയൊക്കെ ഇളക്കും, ഹർക്കത്തൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ റുക്കൂഇൽ നിന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദ പിന്നെ ഒറ്റക്കെട്ടല, പിന്നെ സുജൂദ് കോമൺ കഴിച്ചു അല്ലേ, കുറച്ച് ആൾക്കാർ അങ്ങനെയുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരുപാട് മാറ്റങ്ങൾ. അപ്പൊ ഇങ്ങനെ സകലഗുലാബിയായ ഒരു നിസ്കാര രീതിയിലേക്ക് ഇവരെ വഴിമാറിപ്പിച്ച ഇതിനെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ ഭയങ്കര ചർച്ച നടന്നു. അപ്പൊ ആ ചർച്ചയെക്കുറിച്ച് 2015 മാർച്ച് 20 ആ വിഷയത്തെക്കുറിച്ച് കൈകാര്യം ചെയ്യാം. എന്താ പറയുന്നത് ഞാനൊന്ന് വായിച്ചുതരാം. ഇവരുടെ ദീനിനെ ഇവർ കൈകാര്യം ചെയ്യുന്നതിന്റെ ചെറിയൊരു സാമ്പിൾ, ഒരുപാട് സാമ്പിളുകൾ നമുക്ക് എടുത്തെടുത്ത് പറയാനുണ്ട്, പക്ഷേ ഞാൻ ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്താ പറയുന്നത്? AP അബ്ദുൽ ഖാദർ മൗലവി നൽകിയ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ഇത് സംബന്ധമായി, അഥവാ ഈ എഴുത്തിദാലിങ്ങനെ കൈയിങ്ങനെ കെട്ടുന്നതിനെ സംബന്ധിച്ച് അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് AP അബ്ദുൽ ഖാദർ മൗലവി നൽകിയ മറുപടി താഴെ കൊടുക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ലേഖനത്തിന്റെ 4ാമത്തെ കോളത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത്? ഉയർന്നു നിന്ന ശേഷം 2 കൈകളും താഴ്ത്തിയിടുകയോ അല്ലെങ്കിൽ 2ഉം നെഞ്ചിൽ വെക്കുകയോ ആവാം. സബിയല്ലാഹുലിമൻ നബിദാർ ഇങ്ങനെയാക്ക എന്ന് പറയാം. 2 രീതിയിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിക്കാം. അതുകൊണ്ട് നമസ്കാരത്തിന് കോട്ടമോ കുറവോ സംഭവിക്കുകയില്ല എന്ന് സാരം. അപ്പൊ കുഴപ്പമില്ല. പിന്നെ പറയാം, ഈ വിഷയത്തിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി തന്റെ സിഫത്തുസ് സലാത്ത് എന്ന ഗ്രന്ഥത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഇപ്രകാരം വായിക്കാം എന്നത് പറയാം. ഈ നൃത്തത്തിൽ അഥവാ എഴുത്തിദാലിന്റെ നൃത്തത്തിൽ നിങ്ങൾ നോക്കണം, എന്തൊക്കെ സാധാരണക്കാർക്ക് പോലും ഇവരുടെ ആശയത്തിന്റെ ദാരിദ്ര്യം, പാപ്പരത്വം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ ഉദാഹരണങ്ങൾ, വലിയ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എന്താ ഇതിൽ പറയുന്നത്? ഈ നൃത്തത്തിൽ 2 കൈകളും നെഞ്ചിന്മേൽ വെക്കുക എന്നുള്ളത് ദുഷിച്ച ബിദ്അത്തിൽപ്പെട്ടതാണെന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും സംശയിക്കുന്നില്ല. നേരത്തെ പറഞ്ഞത് എന്താ? 4ാമത്തെ കോളത്തിൽ പറഞ്ഞത് കുഴപ്പമില്ല, 5ാമത്തെ കോളത്തിലെത്തിയപ്പോ പറഞ്ഞത് അത് ദുഷിച്ച ബിദ്അത്ത്, അതിലൊരു സംശയമില്ല. ഒരു വായനക്കാരത് വായിച്ച എന്താ മനസ്സിലാക്കുക കൂട്ടി? ഇത് വായിക്കുന്നത് പച്ച മലയാളികളല്ലേ? പച്ച മലയാളികളായ പാവം മനുഷ്യന്മാർ ഇത് വായിച്ചാൽ എന്താണ് അവരുടെ കൽബിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടാവുക? ഈ രൂപത്തിൽ സാധാരണക്കാരായ ആളുകളെ വട്ടം കറങ്ങി നടക്കുന്ന ഏതാനും അനുയായ വൃന്ദത്തെ ഉണ്ടാക്കി മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ലേ മുജാഹിദ് പ്രസ്ഥാനം അല്ലേ? ആ മുജാഹിദ് പ്രസ്ഥാനം ഇപ്പൊ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചെന്താ? കുത്തുബിയത്തിലാകെ ശിർക്കാണ് എന്നാ പറഞ്ഞു. കുത്തുബിയത്തിലാകെ ശിർക്കാണ് അല്ലേ? ആകെ പറഞ്ഞു. ഞാൻ ഇവിടുത്തെ ബഷീർ മൗലവിയോടും അതുപോലെ നമ്മുടെ ഉസ്താദന്മാരോടൊക്കെ അന്വേഷിച്ചപ്പോ അയാൾ പറഞ്ഞത് എന്താ വെച്ചാൽ കുത്തുബിയത്തിൽ ശിർക്കാണ്. പിന്നെ ബറാത്തിരാവിനെ സംബന്ധിച്ച് നമുക്ക് പറയാം. അപ്പൊ കുത്തുബിയത്തിൽ എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുത്തുബിയത്തിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളെ കുത്തുബിയത്തിൽ എന്താ നടക്കുന്നത്? കുത്തുബിയത്തിൽ നടക്കുന്നത്? അള്ളാഹുവിനെ കൊണ്ട് ആരംഭിച്ച് അള്ളാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുകയും അതിനിടയിൽ മുഹയ്യിദ്ദീൻ ഷെയ്ഖിന്റെ നാമത്തെ വിളിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അല്ലേ? അങ്ങനൊരു ഏർപ്പാട് ഇസ്ലാമിലുണ്ടോ? മുഹയ്യിദ്ദീൻ ഷെയ്ഖ് ഹിജ്റ 471 ജനിച്ച് 560കളിൽ വഫാത്തായ അല്ലേ? ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. ഇനി ഓർമ്മയിൽ പെശകുണ്ടെങ്കിൽ അതൊരു ചരിത്രപരമായ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം മാത്രം. മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അന്ന് ജനിച്ചു. അങ്ങനെ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് അനവധി മാറ്റങ്ങൾ ഉണ്ടാക്കി. അവിടുത്തെ ആത്മീയമായ ബലം കൊണ്ട്, അവിടുത്തെ കറാമത്തിന്റെ ശക്തി കൊണ്ട്, അല്ലാഹുവിനോടുള്ള അടുപ്പം കൊണ്ട്
അതൊക്കെ ലോകം അംഗീകരിച്ച കാര്യങ്ങളാണ്. അങ്ങനെയുള്ള മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാമത്തെ വിളിക്കുന്ന ആ ശ്രേഷ്ഠമായ ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കാഴ്ചപ്പാടെന്താണ്? മുജാഹിദിന്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അന്ധനായ സഹാബി വര്യൻ ഹദീസ് നിഷേധിക്കാൻ പറ്റൂല. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, നിങ്ങളുടെ അപ്പോസ്തലനും ആചാര്യനുമായ സാക്ഷാൽ ഇബ്നു തൈമിയ പോലും അത്തവസ്സുൽ വൽ വസീല എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസിന് കുഴപ്പമില്ല എന്ന് ഗുഡ് സർട്ടിഫിക്കറ്റ് ചെയ്ത സുന്ദരമായ ഹദീസ്. ഇതൊക്കെ മുജാഹിദിന്റെ പ്രവർത്തകന്മാരെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഹദീസ് അവനിങ്ങനെ ഓതി കൊടുത്തുകൊണ്ട് അവനോട് ഇതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അല്പാൽപമായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ അവന്റെ കൽബിലേക്ക് നമ്മൾ ഇങ്ങനെ ഇട്ടുകൊടുക്കണം. അതിന് പറ്റുന്ന ഹദീസ എന്താണെന്നറിയോ? എന്താ സംഭവം എന്നറിയോ? അന്ധനായ കാഴ്ചയില്ലാത്തൊരു സഹാബി പുണ്യ റസൂലിന്റെ അരികിൽ വന്നുകൊണ്ട് പറയുകയാണ്, നബിയെ എനിക്ക് കാഴ്ചയില്ല, അങ്ങ് ദുആ ചെയ്യണം. നബി ദുആർന്ന കാഴ്ച കിട്ടുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. ആ സ്വഹാബിക്കും സംശയമില്ല, ലോകത്ത് ഒരാൾക്കും സംശയമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തില്ല. നബി തങ്ങൾ പറഞ്ഞു, ദുആ ചെയ്താൽ കാഴ്ച ശക്തി തിരിച്ചു കിട്ടും, പക്ഷേ നിനക്ക് കാഴ്ചയില്ലാതെ മരണം വരെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പരലോകത്ത് നിനക്ക് അതായിരിക്കും കൂടുതൽ ഖൈർ എന്ന് പറഞ്ഞെങ്കിലും ആ മനുഷ്യന് കാഴ്ച കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തില്ല. പകരം ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. എന്താ നിർദ്ദേശിച്ചത്? മുഅ്മിനീങ്ങളെ സത്യവിശ്വാസികളെ ഉൾക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈത്തിൽ മീബഅത, എന്നിട്ട് ഫതവല്ല അഹ്സനൽ വുദൂഇ ഫസല്ലി റകഅതൈൻ, നീ ജലാശയത്തിൽ ചെന്നുകൊണ്ട് രണ്ട് നല്ല വിധത്തിൽ മനോഹരമായ ഇഹ്സാനിന്റെ പദവിയിലുള്ള വുദൂഇനെ നിർവഹിക്കുക. സാധാരണ അൽകുൽത്ത് വുദു അല്ല, പൂർണ്ണമായ വുദു നിർവഹിക്കുക. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. നിസ്കാരാനന്തരമുള്ള ദുആ. ആരോടാ ദുആ? അല്ലാഹുവിനോടുള്ള ദുആ. എങ്ങോട്ടാ തിരിഞ്ഞിരിക്കുന്നത്? ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട്. എവിടേക്കാ കൈ ഉയർത്തിയിരിക്കുന്നത്? ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താ നീ ദുആർക്കേണ്ടത്? ഞാൻ ഈ പറയുന്ന വചനങ്ങളെ കൊണ്ട് ദുആ ചെയ്യുക. എന്താ വചനം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത വചനത്തിന്റെ പൊരുളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ചിന്തയെ കൊണ്ടുപോയാൽ അതിൽ തന്നെയല്ലേ കുത്തുബിയത്തിലും നടക്കുന്നത്? അത് തന്നെയല്ലേ കുത്തുബിയത്തിലും നടക്കുന്നത്? എന്തു മാറ്റമാണുള്ളത്? കുത്തുബിയത്ത് ശിർക്കാണോ? ഇത് ശിർക്കാണ്. കുത്തുബിയത്ത് ചെയ്തവൻ മുശ്രിക്കാണോ? എങ്കിൽ ആ സ്വഹാബി മുശ്രിക്കാണ്. ആ സ്വഹാബിക്ക് ശിർക്ക് പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അല്ലാഹുവിന്റെ റസൂലായിരിക്കും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് പ്രസംഗിച്ചതിന്റെ ആ മുന, ആ അമ്പ് ഞങ്ങളെ നെഞ്ചിലല്ല തറച്ചിട്ടുള്ളത്. നസാഫ് മൗലവിയെ ഓർമ്മപ്പെടുത്തുകയാണ്. മൗലവി, നിങ്ങളുടെ ആഖിബത്ത് നന്നാവാൻ വേണ്ടി പറയുകയാണ്. നിങ്ങളുടെ ഖബർ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പറയുകയാണ്. നരകക്കുണ്ടാരത്തിലെത്തുകൊണ്ട് നിങ്ങളുടെ നാവിനെ ചുട്ടി ചാമ്പലാക്കി വെണ്ണീറാക്കപ്പെടുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സ്വഹാബി നീ ദുആ ചെയ്യുക. എന്താണ് ദുആ ചെയ്യേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയ്യിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദ് യാ റസൂലല്ലാഹ് ഇന്നി തവജ്ജഹതു ബിക ഇലല്ലാഹ് അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ. അല്ലാഹുവേ, ഞാൻ നിസ്കാരശേഷം നിന്നിലേക്ക് കയ്യുയർത്തി നിന്നിലേക്ക് മുന്നിട്ടുകൊണ്ട് ഞാനിതാ നിന്നോട് ദുആ ചെയ്യുന്നു. ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഞാനിതാ നിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുന്നു. ആ ദുആ അങ്ങനെ അല്ലാഹുവോട് നടത്തുന്നതിന്റെ ഇടയിൽ റസൂലിന്റെ നാമം വിളിക്കുന്നു. യാ മുഹമ്മദ് യാ റസൂലല്ലാഹ്. ഓ മുഹമ്മദ് നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി തവജ്ജഹതു ബിക ഇലല്ലാഹ്, ഞാൻ അങ്ങയെ മുന്നിലാക്കിക്കൊണ്ട്. അങ്ങയെ മുന്നിലാണ് റസൂലാനങ്ങനെ കൊടുന്നുകാണ്ട് മുന്നിൽ ഇങ്ങനെ കറത്തി എന്നല്ല അതിനർത്ഥം. അല്ലാഹുവിനോട് മുന്നിടുമ്പോ റസൂലിനെ ആ പ്രാർത്ഥനയിൽ റസൂലിനെ ഒരു ഇടയിൽ വെക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ നബിയെ ഞാനിതാ മുന്നിട്ടിരിക്കുന്നു. പിന്നെയോ അല്ലാഹുവിനെ വിളിക്കുക, അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ്യാ. അതുകൊണ്ട് അല്ലാഹുവേ, നബി മുഖാന്തിരമായ സഹായം
നബി പ്രതിയായി കൊണ്ടുള്ള നിന്റെ മഊനത്ത് അത് എനിക്ക് നീ നൽകണമേ. ആദ്യത്തിൽ അല്ലാഹുവിനെ, അന്ത്യത്തിൽ അല്ലാഹുവിനെ, മധ്യത്തിൽ റസൂലിനെ. ഹദീസിന് വല്ല കുഴപ്പമുണ്ടോ? അത് തന്നെയല്ലേ കുത്തുബിയത്തിലുള്ളത്? കുത്തുബിയത്തിന്റെ ആരംഭം എങ്ങനെയാ? ഇന്നബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി യാ ഗാറത്തല്ലാഹി ഹുസ്സിസൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖദതിനാ യാ ഗാറത്തല്ലാഹി. ഞാൻ അർത്ഥം വെക്കുന്നില്ല സമയക്കുറവ് കാരണത്താൽ. കുത്തുബിയത്തിന്റെ അവസാനം എങ്ങനെയാണ്? യാ അല്ലാഹു യാ അല്ലാഹ് ഫർജ്നാ മിൻ വാബാ യാ അല്ലാഹു യാ അല്ലാഹ് ഫർഹ്നാ ബിന്നൂബാ ബിസ്സുൽത്താനി മുഹ്യിദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് ആരംഭിച്ചുകൊണ്ട് അല്ലാഹുവിനെ കൊണ്ട് അവസാനിപ്പിക്കുന്ന കുത്തുബിയത്തിന്റെ മധ്യത്തിൽ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ മുഹ്യിദ്ദീൻ ശൈഖിന്റെ നാമത്തെ വിളിക്കുന്നു. ഇത് റസൂൽ പഠിപ്പിച്ചല്ലേ? ആധിഷ്ഠാനികമായി ഇത് റസൂൽ പഠിപ്പിച്ചല്ലേ? ഇതിലെന്താ കുഴപ്പമുള്ളത്? ഇതിലെന്താണോ കുഴപ്പമുള്ളത് നീ വിശദീകരിക്കണം. നിനക്ക് അറിവുണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ, ചിന്തയുണ്ടെങ്കിൽ, പക്വതയുണ്ടെങ്കിൽ ഇത് പറയണം. ഇതിനെയാണോ നീ ശിർക്കെന്ന് പറഞ്ഞത്? ഇതിന് നീ ശിർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ആഖിബത്ത് വളരെ മോശമാണ്. നിന്റെ ഈമാനിന്റെ കാര്യം അപകടമാണ്. നിന്റെ ഖബർ ജീവിതത്തിന്റെ കാര്യം അപകടമാണ്. നിന്റെ പരലോക ജീവിതത്തിന്റെ കാര്യം അപകടമാണ്. നിന്റെ ഖബർ, നിന്റെ പരലോക ജീവിതത്തിലുള്ള നരകീയമായ അവസ്ഥ നീ ഓർക്കുമ്പോൾ ഇത് പറയാൻ നിനക്ക് സാധിക്കുമോ മനുഷ്യ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കുറെ വരികൾ ഇങ്ങനെ പാടുക. എന്താ? യാ ഖുത്ബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈലൈ ഐനൈഹു ജുദൈഹിൻ വഗൈസഹുമാ ഇബ്നൽ ആലിയൈനി ഖാദ് അഹ്റസ്ത ഇർസഹുമാ അൻതൽ മുസമ്മാ ഹഖ്ഖൻ ബിമുഹ്യിദ്ദീനി എന്നിങ്ങനെയുള്ള വരികൾ ഇങ്ങനെ പാടുക. അപ്പൊ അതിലെന്താ പറഞ്ഞത്? എന്തായാലും പറഞ്ഞത് ആകാശഭൂമികളിൽ മഴ വർഷിപ്പിക്കുന്ന മുഹ്യിദ്ദീൻ ശൈഖേ എന്ന് അതിനൊരർത്ഥം. എന്നിട്ട് നാട്ടുകാരും ഇവന്മാരെ പ്രസംഗം കേൾക്കാണ്ടാവില്ലല്ലോ. അവിടുന്ന് വായക്കാട്ടുനിന്നും ഇപ്പുറത്തുനിന്ന് കൊണ്ടോട്ടിന്നും പിന്നെ പുലിക്കലിനൊക്കെ ഇറക്കുമതി ചെയ്ത കുറച്ച് വായി നോക്കിയാളായ ആൾക്കാരായിരിക്കുമല്ലോ മുന്നിലുണ്ടാകുക. അവരോട് ചോദിക്കുക, എന്താ ഈ സുന്യാള് പറയുന്നത്? ഇന്നിപ്പോ ഞങ്ങൾ പോരുന്ന സമയത്ത് കോടങ്കാട് നല്ല മഴയുണ്ട്. നല്ല മഴയല്ല, ഒരു മിനിമം മഴ ഉണ്ട്. ഇവിടെ നോക്കുമ്പോ മുണ്ടകുളത്തെത്തിയപ്പോ മഴ നിന്നു ചെയ്തു. അപ്പൊ എന്താ ഈ കുത്തുബിയത്ത് പറയുന്നത്? മുഹ്യിദ്ദീൻ ശൈഖ് കൊണ്ടോട്ടിൽ മഴ പെയ്യിപ്പിച്ചു. എന്തായി പറയുന്നത്? മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവല്ലേ. ഞങ്ങള് കല്ലാമൂലയിൽ മുഖാമുഖം നടത്തുന്ന സമയത്ത് കുറേ മൗലവിമാര് കിതാബും കെട്ടിയിട്ടാണ് വന്നിരുന്നു. കുറെ മൗലവിമാര് കിതാബും കെട്ട് കണ്ടപ്പോ പടച്ചോനെ വല്ലതും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിന്നു കേട്ടോ. ചോദ്യങ്ങൾ കേട്ടോക്കുമ്പോ ഒക്കെ മണ്ടന്മാരാന്ന് മനസ്സിലാവും ചെയ്യും. വലിയ ആൾക്കാരാണ്, ആരെയൊക്കെ വെച്ചിട്ടുള്ള വലിയ മൗലവിമാരാണ്. പക്ഷെ നേർക്കുനേരെ മുട്ടിയേക്കുമ്പോ നമ്മളും അവരും കൊള്ള നോക്കുമ്പോ ഒന്നുമില്ലാന്ന് മനസ്സിലായി. ഏതാലോ അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഈ ആകാശത്തും ഭൂമിയിലും മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലല്ലേ, പിന്നെ എങ്ങനെ അത് മുഹ്യിദ്ദീൻ ശൈഖ് ആകുക? ചോദ്യം വന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഒരു ചോദ്യം വരുമ്പോ അതിന്റെ ക്ലാരിഫിക്കേഷൻ നടത്തണമല്ലോ. അപ്പോഴാണല്ലോ ചോദ്യത്തിനുള്ള ഉത്തരം ക്ലിയർ ആകുക. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, ഈ ആകാശത്ത് മഴ പെയ്യലുണ്ടോ? ആകാശത്ത് മഴ പെയ്യലുണ്ട്, ഭൂമിയിൽ മഴ പെയ്യലുണ്ട്. പക്ഷെ ആകാശത്ത് 1, 2, 3, 4, 5, 6, 7 മഴ പെയ്യലുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴവരിങ്ങനെ ആലോചിക്കുന്നു, സംഗതി അത് ശരിയാണല്ലോ. ആകാശത്ത് മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളാഹു ആണ് എന്നുള്ള ചോദ്യത്തിൽ അവർ ഉപയോഗിച്ച പദാണ്. ആകാശത്തിലും ഭൂമിയിലൊക്കെ മഴ പെയ്യിപ്പിക്കുന്ന അല്ലല്ലേ? അപ്പൊ ഞങ്ങൾ തിരിച്ചു ചോദിച്ചു, ആകാശത്തിന് എങ്ങനെ മഴ പെയ്യലുണ്ടോന്ന് ചോദിച്ചു. ഇപ്പോഴാവലായത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത് ആലങ്കാരിക പ്രയോഗമാണ്.
ഇവിടെ ഈ വരികൾ ഉന്നയിച്ചുകൊണ്ട് വിമർശിച്ച നസാഫ് മൗലവി ഉദ്ധരിച്ച അബ്ദുൽ സമദ് ഫൈസിയുടെ കുതുബിയത്തിന്റെ പദാനുപദ പരിഭാഷയിൽ തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് ആ മൗലവി അത് ഉപമാലങ്കാരമാണ്, സാഹിത്യപ്രയോഗമാണ്. ഭാഷ അറിയുന്ന, മലയാളം തിരിയുന്ന ആളുകൾക്കറിയാം അത് ഉപമയാണ്. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, എന്തേ മൗലവി ആ ഭാഗം വായിക്കാതെ, അതിന്റെ ആ 2 വരി വായിക്കാതെ ഈ പാവങ്ങൾ എന്തിനാ പൊട്ടന്മാരാക്കുന്നത്? എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, ഖുർആൻ എത്ര സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. അല്ലയോ നബിയെ, അങ്ങേ നാം അയച്ചത് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. അങ്ങേ നാം നിയോഗിച്ചത് ഷാഹിദായിട്ടാണ്, മുബശ്ശിറായിട്ടാണ്, മുന്നറിയിപ്പുകാരനായിട്ടാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, റബ്ബിന്റെ അനുമതി പ്രകാരം റബ്ബിലേക്ക്, അല്ലാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന ക്ഷണകർത്താവായിട്ടാണ്. വസിറാജൻ മുനീറാ, കത്തിജ്വലിക്കുന്ന വിളക്കായിട്ടാണ്. കത്തിജ്വലിക്കുന്ന വിളക്കാണ് റസൂലുള്ളാഹ്. അതിനർത്ഥം എന്താ? അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി 2 കാലുമ്മ നടക്കുന്ന, 2 കൈയുള്ള, ഒരു തലയുള്ള, ഒരു പള്ളയുള്ള ഒരു മനുഷ്യനൊന്നുമല്ല. പിന്നെ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ ഒരു വിളക്കാണ്. ഖുർആൻ പറയണേ സിറാജുൻ മുനീറ, വിളക്കാണ്. വിളക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പല ജാതി വിളക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ചിമ്മിനി വിളക്കുണ്ട്, അതുപോലെ കുപ്പിവിളക്കുണ്ട്, റാന്തൽ വിളക്കുണ്ട്, തൂക്കുവിളക്കുണ്ട്, പലതരത്തിലുള്ള വിളക്കുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടൊരു വിളക്കാണ് റസൂലുള്ളാഹ് ഖുർആനാ പറയണത്. ഇത് വായിച്ചു കാണണ്ട. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ മനുഷ്യനൊന്നുമല്ല, തൂക്കുവിളക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് സാഹിത്യപരമായ പ്രയോഗമാണെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയും പക്വതയും ജന്മന. ഇനി സ്കൂൾ പോണ്ട, ഔപചാരിക വിദ്യാഭ്യാസത്തിന് ആവശ്യമില്ല. ഭാഷയുടെ ആലങ്കാരിക ശൈലികളെക്കുറിച്ചുള്ള ഔദ്യോഗികമായ പഠനത്തിന്റെ ആവശ്യമില്ല. ജന്മസിദ്ധമായിട്ട് ആളുകൾക്കറിയുന്നതല്ലേ അതൊക്കെ. ഇതുപോലും ചിന്തിക്കാനുള്ള ഭാഷാജ്ഞാനമില്ലാത്തവർ, സാഹിത്യത്തെക്കുറിച്ചറിയാത്തവർ, പ്രശംസയുടെ സാഹിത്യക്കുറിച്ചറിയാത്തവർ, ഇവിടെ ഇവരെ ഒന്ന് കാട്ട് പറയാം, എന്താണ് ഈ പറയുന്നത്? നിങ്ങൾ നോക്കണം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അങ്ങനെ ഇവർക്കിതൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് 2 പ്രധാനമായിട്ട് മുജാഹിദ് പ്രസ്ഥാനക്കാര് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് അവർ സമൂഹത്തിൽ കൊണ്ടുവന്നത്. ഒന്ന്, ഇസ്ലാമിന് സ്വന്തമായ ചില നിർവചനങ്ങൾ ഉണ്ടാക്കി. ഒന്നാമത്തെ കുഴപ്പം എന്താണെന്നറിയോ? ഇസ്ലാമിന് അമ്പിയാക്കൾ അമ്പിയാക്കൾ പഠിപ്പിക്കാത്ത, ആദം അലൈഹി ഇസ്ലാം മുതൽക്ക് ഇബ്രാഹിം നബിയും ഈസാ നബിയും മൂസാ നബിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള സകല പ്രവാചകന്മാർക്കും പരിചയമില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, ഇമാമിങ്ങൾക്ക് വശമില്ലാത്ത, മുൻകാല ഗ്രന്ഥങ്ങളിൽ ഒരിടത്തുമില്ലാത്ത, ലോകത്തൊരു മുസ്ലിമീങ്ങൾക്കും പരിചയമില്ലാത്ത പുതിയ കാര്യങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ഇവർ കൊണ്ടുവന്നു. ഇതാണ് ഇവർ ചെയ്ത ഒന്നാമത്തെ കാര്യം. ഇത് ഞാൻ വെറുതെ പറയില്ല. ഞാൻ നിങ്ങളോട് പറയുമ്പോ തന്നെ എന്റെ വലത് കൈയിൽ പിടിച്ച ഈ കൊച്ചു പുസ്തകം നിങ്ങൾ കാണുന്നില്ലേ? ജിന്ന് വിവാദം വസ്തുത എന്ത് എന്നുള്ള ഈ പുസ്തകം. ജിന്ന് വിവാദം വസ്തുത എന്ത്, ഈ പുസ്തകം നിങ്ങൾ കാണുന്നില്ലേ? ഈ പുസ്തകത്തിന്റെ 32ാമത്തെ പേജിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഇവർ തന്നെ പറയുന്നത് നിങ്ങൾ നോക്കൂ. ഇതിന്റെ 32ാമത്തെ പേജിൽ, ചെറുപ്പക്കാരെ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഇന്നലെ എന്നോട് ചെറുപ്പക്കാരൻ പറയാം, ഇന്നലെ പറഞ്ഞ ഒരു വർത്താന, ഈ മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അഭൗതികമായിട്ടല്ലേ നമ്മൾ സഹായം ചോദിക്കുന്നത്, അപ്പൊ അത് പ്രാർത്ഥനയല്ലേ, പ്രാർത്ഥനയാവുമ്പോൾ അത് ശിർക്കല്ലേ, അത് ഇബാദത്തല്ലേ, അങ്ങനല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ മുജാഹിദീങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ഈ അഭൗതികമായ രൂപത്തിലുള്ള സഹായാർത്ഥനയാണ് പ്രാർത്ഥന എന്നല്ലേ ഇപ്പൊ അവൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ, അങ്ങനെ തന്നെ അവൻ പറഞ്ഞത്. ഒറ്റ ചോദ്യം. ഇത് ആയത്തിലേക്കോ ഹദീസിലേക്കോ ഒന്നിലേക്കും കടക്കണ്ട. നിന്റെ നാവ് കൊണ്ട് ഒരു സിമ്പിൾ, ഒരൊറ്റ സെന്റൻസ്, ഒരു ലൈനിൽ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ആ മുജാഹിദ് പമ്പ കടക്കും. പിന്നെ ആ വൈക്ക് വരൂല. അവൻ ഓടിയ വഴിയിൽ പിന്നെ പുല്ല് മുളക്കൂല. ഇതിന് ഈ മുജാഹിദിനെ മുട്ടിക്കാണ്ടല്ലോ, അബൂബക്കർ നസാഫിനെയോ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള മൗലവിമാരെയോ അതിന്റെ താഴെയുള്ള ആളുകളെയോ മുട്ടിക്കാൻ ഇവിടെ വലിയ അറിവൊന്നും വേണ്ട.
ഈ ഇരിക്കുന്ന ജനസാഗരത്തിലെ ഏറ്റവും ചെറിയ ഒരു വിദ്യാർത്ഥിക്ക് പോലും ഏറ്റവും വലിയ മുജാഹിദിന്റെ അപ്പോസ്തലനെ മുട്ടുകുത്തിക്കാൻ കഴിയും. ഒറ്റ ചോദ്യം ചോദിച്ചാൽ അല്ല മൗലവി, അല്ല മൗലവി, സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പാരമ്പര്യയിൽ നിന്നുകൊണ്ട് പറഞ്ഞോട്ടെ അല്ലേ? ആ പാരമ്പര്യയിൽ അവരെ വെച്ചുകൊണ്ട് പറയട്ടെ, താഴ്മയുടെയും വിനയത്തിന്റെയും താഴ്ന്ന പടിയിൽ നിന്നുകൊണ്ട് ചോദിക്കുക, അല്ല ഉസ്താദ് അവർകളെ മൗലവി, നിങ്ങൾ ഈ പറഞ്ഞത് എവിടെയുള്ളത്? ഇതാരാ പറഞ്ഞു? ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഒരു മൊഴിയിൽ, സഹാബത്തിന്റെ ഒരു വചനത്തിൽ, ഖുർആനിന്റെ ഒരു ആയത്തിൽ, ഹദീസിന്റെ ഒരു വരിയിൽ, ഇമാമിയങ്ങളുടെ ഒരു കിതാബിൽ ഇതൊന്ന് കാണിച്ചു തരാൻ പറ്റും? ഇല്ല, ഇല്ല എന്ന് അവർ തന്നെ പറയുന്നത് കണ്ടോ? ഈ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിൽ പറയാണ്. എന്താ പറയുന്നറിയോ? കാര്യകാരണ ബന്ധങ്ങൾക്കതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗമെന്നുമെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം മുമ്പ് വിശദീകരിക്കപ്പെട്ട ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. നാം മുജാഹിദുകൾ ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രമാണത്. ഇതൊക്കെ ഖുർആനിലുമില്ല ഹദീസിലുമില്ല, നമ്മൾ മുജാഹിദീകൾ ദീനിന്റെ പേരുണ്ടാക്കിയതാണ്. ഇതാരാ പറയണത്? സുന്നിയല്ല. ഇത് സമസ്തയുടെ പ്രവർത്തകൻ എഴുതിയതല്ല, SKSFന്റെ പ്രവർത്തകൻ എഴുതിയതല്ല. സാക്ഷാൽ മുജാഹിദിന്റെ നേതാക്കന്മാരാൽ പ്രസിദ്ധീകൃതമായ പുസ്തകത്തിന്റെ 32-ാമത്തെ പേജിലുള്ള ഉദ്ധരണിയാണ് ഞാനിവിടെ വളച്ചുകെട്ടില്ലാതെ നിങ്ങളുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. ഇതിന്ന് കാര്യം വ്യക്തമായില്ലേ? ഇതിൽ കാര്യം അപ്പൊ ഇതൊക്കെ ഇവരുണ്ടാക്കിയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ സഹാബിമാരാണല്ലോ കേരളത്തിൽ ഇസ്ലാം കൊണ്ടുവന്നത്. അപ്പൊ ആ സ്വഹാബത്തിന്റെ ജീവിതത്തിന്റെ മാതൃകയുടെ നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും നിലയ്ക്കാത്ത ഖിയാമത്ത് നാൾ വരെ നിലനിന്നു പോകുന്ന സഹാബത്തിന്റെ മാതൃകകളുടെ അലകളിതാ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റമദാൻ മാസം വരെയാണ്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിക്കുക. അത് എവിടുന്ന് കിട്ടിയതാ? സഹാബിമാരങ്ങനെ നിസ്കരിച്ചത്. മരിച്ചാൽ മയ്യത്തിന് വേണ്ടി അന്നദാനം നിർവഹിക്കുന്നത് എവിടുന്ന് കിട്ടിയതാ? ഈ മേശപ്പുറത്ത് കിതാബുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുസ് സുഹ്ദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തിയുടെ അൽ ഹാവിയിൽ ഫത്താവ ഇവിടെ ഇരിക്കുന്നുണ്ട്. മറ്റനേകം ഗ്രന്ഥങ്ങളുടെ രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലെല്ലാം പറയുകയാണ്, സഹാബത്തിന്റെ കാലം മുതൽക്ക് 10 നൂറ്റാണ്ട് കാലം മരിച്ചവർക്ക് വേണ്ടിയുള്ള പരലോക വിജയത്തിന് വേണ്ടി, ഗുണത്തിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ജീവിച്ചിരിപ്പുള്ള കുടുംബക്കാരുമല്ലാത്തവരുമായ ആളുകൾ, സഹാബത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ, അവരിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി അന്നദാനം നിർവഹിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ ഇല്ലേ? നമ്മൾ നാട്ടിൽ മയ്യത്ത് കട്ടിലിൽ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ചുറ്റും നിന്നുകൊണ്ട് ഒരാള് ദുആ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയാറില്ലേ? അത് ഇന്നലെയായിട്ട് നമ്മളെ ഉസ്താദ് തുടങ്ങിയതാ? ഈ നാട്ടിലത്തെ ഉസ്താദ് തുടങ്ങിയതാ? അല്ലെങ്കിൽ ഇവിടുത്തെ പ്രസിഡന്റ് തുടങ്ങിയതാ? അല്ലാഹുവിന്റെ റസൂലിന്റെ മയ്യത്തിനെ ജനാസ കട്ടിൽ വെച്ചപ്പോൾ സഹാബിമാർ ചെയ്തതല്ലേ? ആ സമയത്ത് അലിയാർത്തങ്ങൾ ദുആ ചെയ്തില്ലേ? ഫയഖൂലുന്നാസു ആമീൻ ആമീൻ, ജനങ്ങളെല്ലാം ആമീൻ ആമീൻ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയുള്ള സമയത്താണ് നമ്മളെ നാട്ടിൽ ഈ നസ്രാഫ് മൗലവിന്റെ കുറച്ച് ആൾക്കാർ, 1-2 വിത്തുകളുണ്ടാവും. ഓലെ പണി എന്താ വെച്ചാൽ എല്ലാവരും കൈകൾ ഇരു കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് റബ്ബ് തആലയോട് മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഇവന്മാരെ പണി എന്താ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടുന്ന് ഇവിടുന്ന് കുടുംബക്കാരാകുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് കൊന്നിട്ടുണ്ടാവുമല്ലോ. ചിലര് കാണാൻ മുന്നത്ത് ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടുണ്ടാവും. വേറെ ചില ആൾക്കാരെ ബാക്കിൽ നിന്ന് എന്തോ പുറപ്പെടുമെന്ന് വിചാരിച്ചിട്ട് പോത്തി പിടിച്ചിട്ടുണ്ടാവും. അല്ലേ? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട വിഷയ, പെരിന്തൽമണ്ണയിൽ ഒരു മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ മുൻ MLA, അയാളുടെ അയൽവാസിയായിരുന്നു അദ്ദേഹം, മുൻ MLA ശശികുമാർ, മുസ്ലിമാണല്ലോ. ഇസ്ലാമിക കർമ്മങ്ങളും ആചാരങ്ങളും അദ്ദേഹം അകലെ നിന്ന് ഇങ്ങനെ നിരീക്ഷിക്കുക. നമ്മളെ കൂട്ടത്തിലുള്ള 100 ആളുകൾ ഇങ്ങനെ ദുആ ചെയ്യുകയാ. അപ്പൊ 2 ആൾക്കാർ, ഒരാൾ ഈ പണി താങ്ങിപ്പിടിക്കൽ, മറ്റേ ആള് പോത്തിപ്പിടിക്കൽ. എന്താ ഇതിന് കാട്ട്? ഈ വൃത്തികെട്ട സംസ്കാരം ഇസ്ലാമിക സംസ്കാരത്തിലും അകന്നു നിൽക്കുന്ന രീതി ഇത് അംഗീകരിക്കാൻ പറ്റുമോ സഹോദരങ്ങളെ?
മാന്യമായ ഭാഷയിൽ, ഹൃദ്യമായ ഭാഷയിൽ, സൗഹാർദ്ദപൂർണമായ സ്വഭാവത്തോടുകൂടി അവരെ പറഞ്ഞുപദേശിക്കാനുള്ള ബാധ്യത എന്റെ ചെറുപ്പക്കാർ ഏറ്റെടുക്കേണ്ടതല്ലേ? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നാ മതിയോ? നമ്മളെ പാട്ടിന് പോയാൽ മതിയോ? നമ്മുടെ സുഹൃത്തുക്കൾ വഴിതെറ്റുമ്പോൾ എന്തുകൊണ്ടാണ് അവർ വഴിതെറ്റുന്നത്? സ്വഹാബത്തിന്റെ മാതൃകയെ അവർ തള്ളിപ്പറഞ്ഞു. എന്റെ കയ്യിൽ ഒരുപാട് രേഖകളുടെ സമയക്കുറവ് കാരണത്താൽ ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല. അത്തവസ്സുൽ എന്ന ഈ പുസ്തകം ഏതാണെന്നറിയുമോ? KP മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന് പറയുന്ന ഇന്ന് കേരളത്തിലെ 8 പിളർന്ന സകല മുജാഹിദീങ്ങളുടെയും ജീവാത്മാവും പരമാത്മാവുമായിരുന്ന അപ്പോസ്തലനും ആചാര്യനുമായിരുന്ന മർഹൂം എന്നതിന്റെ ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തപ്പെട്ട KP മുഹമ്മദ് ബിൻ അഹമ്മദ് എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ അത്തവസുൽ എന്ന പുസ്തകത്തിന്റെ 90-ാമത്തെ പേജിലും 77-ാമത്തെ പേജിലും ഇവർ പറയുന്നൊരു കാര്യം നിങ്ങളൊന്ന് കേട്ടുകൊള്ളുക. ഇവരും സഹാബത്തും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പൊ മനസ്സിലാകും. ഇവരും സഹാബിമാരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അപ്പൊ മനസ്സിലാവും. ഇവിടെ വന്നു കാണ്ടേ ഞങ്ങൾ സഹാബത്തിന്റെ ആൾക്കാരാണ്. നിങ്ങൾ സഹാബത്തിന്റെ ആളുകളല്ല, നിങ്ങൾ സ്വഹാബിമാരുടെ ശത്രുക്കളാണ്. നിങ്ങൾ ഇല്ല ഫോണിലൂടെ ഇവിടെ വിളിച്ചാൽ അത് സ്വഹാബത്തിന്റെ ശത്രുക്കളല്ല എന്നാ ഫോണിലൂടെ വിളിച്ചു പറയുന്നത്. സ്വഹാബത്തിന്റെ ശത്രുക്കളാണ് നിങ്ങളെന്ന് നിങ്ങൾ സദസ്സിനോടല്ല ഞാൻ പറയുന്നത്, ഗസ്സാഫ് മൗലവിയോടാ പറയുന്നത്. അദ്ദേഹം പറയട്ടെ. അല്ലാതെ ഈ പുസ്തകത്തിന്റെ 77-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഒരു സ്വഹാബിയുടെ അഭിപ്രായം ശരിയാവാനും തെറ്റാവാനും സാധ്യതയുള്ളതുകൊണ്ട് അത് മതകാര്യങ്ങളിൽ തെളിവായി എടുക്കുവാൻ പറ്റില്ലെന്നതാണ് പണ്ഡിതാഭിപ്രായം. ഏത് പണ്ഡിതന്മാരുടെ അഭിപ്രായമാണോ എന്നിട്ട് പറയാ? 90-ാമത്തെ പേജിൽ എന്താ പറയുന്നത്? ഏതെങ്കിലും സഹാബിയുടെ മാത്രം പ്രവൃത്തിയോ അഭിപ്രായമോ ഇസ്ലാമിൽ തെളിവായി സ്വീകരിക്കപ്പെടുകയില്ല. സഹാബത്ത് അവലംബയോഗ്യമല്ല. ഖുർആൻ പറഞ്ഞതെന്താ? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഖുർആന്റെ പാഠമല്ലേ അത്? ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്ന മുഹാജിറുകളും അൻസാറുകളും അടങ്ങുന്ന സ്വഹാബാവൃന്ദം അവരെ നല്ല വിധത്തിൽ അനുഗമിക്കുന്ന പിൻഗാമികൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തമുണ്ട്. ഖുർആൻ പറയുമ്പോ ഇവന്മാര് പറയണെന്താ? അത് സ്വീകാര്യമല്ല അല്ലേ? ആ മുജാഹിദിന്റെ പേരും പറഞ്ഞിട്ടല്ലേ, ആ വഹാബിസത്തിന്റെ പിന്മുറക്കാരായിട്ടല്ലേ ഈ സമുദായത്തെ കൊല്ലണം കാണിക്കാനും പുലർത്താനും ഛിന്നഭിന്നമാക്കാനും ഇവരുടെ വായാടികൾ വന്നുകൊണ്ട് കവലകൾ തോറും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാര്യബോധമുള്ള ഉമറാക്കളും കാര്യബോധമുള്ള ചെറുപ്പക്കാരും ആലോചിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഗൗരവതരമായി മുന്നോട്ട് ഗമിക്കേണ്ട കാര്യമല്ലേ എന്റെ സഹോദരങ്ങളെ? എന്നിട്ട് പിന്നെ ഓരോരോ വിഷയങ്ങൾ എടുത്തിടുക. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു കവലയിൽ ഏകപക്ഷീയമായിട്ട് കുമ്പസരിച്ച് പോകുവാനല്ലാതെ നേർക്കുനേരെ ഒരു ചർച്ച. നേരത്തെ ബഷീർ മൗലവി പറഞ്ഞതുപോലെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബഷീർ മൗലവി പറഞ്ഞതുപോലെ, നേർക്കുനേരെ ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചക്കോ ഒരു സംവാദത്തിനോ ഈ നസാഫ് മൗലവിക്കോ അയാളുടെ പിന്നണിയാളുകൾക്കോ സാധിക്കുമോ? സാധിക്കൂല. ബറാത്ത് രാവിനെ പറ്റി പറയാ, ബറാത്ത് രാവ് വരാത്ത രാവാണ്. എന്നാ ബറാത്ത് രാവ് വന്നു, ഈ കൊല്ലത്ത് വന്നു കഴിഞ്ഞു, ഇനി അടുത്തൊല്ലം വരും. ബറാത്ത് രാവ് വരാത്ത രാവ് എന്ന ദുഷിച്ച പേരല്ലേ നിങ്ങൾ നൽകിയത്? എന്നിട്ട് പറയാ ഇമാം ഷാഫിഈ തങ്ങളിലേക്ക് മടങ്ങൂ, മുഹ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളിലേക്ക് മടങ്ങൂ. മുഹ്യിദ്ദീൻ ഷെയ്ഖും ഷാഫി ഇമാമൊക്കെ സുന്നിയാക്ക് എതിരാന്നാണ് പറയുന്നത്. എന്നാൽ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കിതാബുൽ ഉമ്മിൽ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മിൽ കിതാബുൽ ഈദൈനി എന്ന് പറയുന്ന ഒരു ചെറിയ വലിയ പെരുന്നാൾ നിസ്കാരങ്ങളെ പറ്റി പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ പറയുന്ന ഒരൊറ്റ പരാമർശം മതി ബറാഅത്ത് രാവിന്റെ പോരിശ എന്താണെന്ന് മനസ്സിലാക്കാൻ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്താ അറിയോ? കൊല്ലത്തിലെ 5 രാവുകൾ, കൊല്ലത്തിലെ 5 രാവുകൾ. ആ 5 രാവുകൾ ഏതൊക്കെയാണ്? ആ രാവ് റജബിന്റെ പ്രഥമ രാവ്, വെള്ളിയാഴ്ച രാവ്, അതല്ലെങ്കിൽ അറഫയുടെ രാവ്, ചെറിയ വലിയ പെരുന്നാളുകളുടെ രാവ്, ശഅബാൻ 15ന്റെ രാവ്. ഈ 5 രാവുകൾ ഒരു മനുഷ്യന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവുകളാണെന്ന വിവരം എനിക്ക് മുൻഗാമികളിൽ നിന്ന് ലഭ്യമായിരിക്കുന്നു എന്ന് മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു
അവിടുത്തെ കിതാബുൽ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ വാല്യത്തിൽ കിതാബ് ഈദൈനിൽ രേഖപ്പെടുത്തിയില്ലേ മുഅ്മിനീങ്ങളെ? ഞാൻ കഴിയുന്നില്ല. അപ്പൊ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്, അല്ലാഹ് എന്റെ മുരീദത്തായ ആ പെണ്ണിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ സഹോദരന്റെ ജീവിതം തിരിച്ചു കൊടുക്കണം. അല്ലാഹ് പറയുകയാണ് ലൗഹുൽ മഹ്ഫൂദില് അങ്ങനെ ഇല്ലല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വീണ്ടും അപേക്ഷിക്കുകയാണ്, അല്ലാഹു തആല ജീവൻ തിരിച്ചു കൊടുക്കുകയാണ്. അതുപോലെ വേറൊരു സ്ത്രീക്ക് കുട്ടികളില്ല, അതും വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിനോട് അപേക്ഷിക്കുകയാണ്. അല്ലാഹു പറയുകയാണ്, ലൗഹുൽ മഹ്ഫൂദിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ. അങ്ങനെ എന്നാ 1 കൊടുക്കണം എന്ന് പറഞ്ഞു, പിന്നെ 2, പിന്നെ 3, പിന്നെ 4, പിന്നെ 5, പിന്നെ 6, അങ്ങനെ 7 കുട്ടികളെ അല്ലാഹു തആല വർഷാവർഷം കൊടുത്തു എന്നാണ് മുഹീദ്ദീൻ ശൈഖിന്റെ ഇടപെടൽ കാരണത്താൽ. അപ്പൊ ഇവിടെ ഇവരെഴുതുന്നുണ്ട്, ഞാൻ ഇവിടെ കൊണ്ട് എന്റെ മേശപ്പുറത്ത് ഈ പുസ്തകത്തിൽ ഇവിടെ അല്ലാഹു അങ്ങോട്ട് പേടിച്ചൂത്രേ, കൊടുക്കണം ആ കുട്ടിനെ. അന്റെ ലൗഹുൽ മഹ്ഫൂദിൽ കുട്ടിയില്ലെങ്കിൽ ഞാനാ പറയുന്നത് കുട്ടിനെ കൊടുക്കണം. ഞാൻ പറഞ്ഞിട്ട് നീ കുട്ടിനെ കൊടുത്തിട്ടില്ലെങ്കിൽ കാണിച്ചേരാ. അതിൽ അല്ലാഹു അങ്ങോട്ട് പേടിച്ചു. ഇങ്ങനെയാണോ വസ്തുത? അതാണോ വസ്തുത? അല്ലാഹുവിന്റെ ഇഷ്ടദാസനാവാൻ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇഷ്ടദാസനാവാൻ രാവിലെ നീച്ചുമ്പോ തന്നെ ചായ ഉണ്ടമ്മ, എന്നിട്ട് ഉച്ചക്ക് പള്ളർച്ച ചോറും വെച്ച, വൈകുന്നേരം പള്ളർച്ച പിന്നെ കട്ടനായം കുടിച്ച് നടക്കുക, നേരം 8 മണിയാകുമ്പോൾ കടന്നുറങ്ങുക. അങ്ങനെ ഇഷ്ടദാസനാവൂല, അതിന് കുറച്ച് പണിയെടുക്കണം. ആ പണിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ സാമീപ്യം കരസ്ഥമാക്കിയ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഔലിയാക്കളിൽ പ്രമുഖനാ. ഔലിയാക്കളുടെ സ്വഭാവം എന്താ? കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹാ വയദഹു അല്ലതീ യബ്തിശു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ. ഞാനവൻ കാണുന്ന കണ്ണ് ഞാനാകും. അല്ലാഹു പറയാ, എന്റെ വലിയ കാണുന്ന കണ്ണ് ഞാനാകും, എന്റെ വലിയ കേൾക്കുന്ന കാത് ഞാനാകും, എന്റെ വലിയ പിടിക്കുന്ന കൈ ഞാനാകും, എന്റെ വലിയ നടക്കുന്ന കാല് ഞാനാകും. അവൻ എന്ത് എന്നോട് ചോദിച്ചാലും ഞാൻ കൊടുക്കും. അല്ലാഹു പറയാ. പിന്നെന്താ മുഹീദ്ദീൻ ശൈഖ് ചോദിച്ചൂടെ? അത് ധിക്കാരം ഞങ്ങൾ മനസ്സിലാക്കിയത്? എടോ, അത് ധിക്കാരമല്ല, അത് ഹബീബും മഹ്ബൂബും തമ്മിലുള്ള ബന്ധമാണത്. ഹബീബും മഹ്ബൂബും തമ്മിലുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് ആ ഭാഷ മനസ്സിലാവൂല. അല്ലാഹുവും മുഹീദ്ദീൻ നിങ്ങൾക്കില്ല. അതാണ് വിഷയം. നിങ്ങൾ പറയാം ധിക്കാരം അല്ലേ? അങ്ങനെ ധിക്കാരം അത് നിങ്ങൾ ആ പ്രസംഗം കേട്ടുകാണ്ട് അത് ഉൾക്കൊള്ളുന്ന ധിക്കാരികളായ മനുഷ്യന്മാരാണോ ഈ നാട്ടിലുള്ളത്? അല്ല, അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെയോ കാര്യങ്ങൾ നേരത്തെ ബഹുമാനപ്പെട്ട ബഷീർ മൗലവി പറഞ്ഞു എന്നാ തോന്നുന്നത്. ഞാൻ ആ പ്രസംഗത്തിന്റെ റെക്കോർഡ് കേട്ടിട്ടില്ല, പക്ഷെ കേട്ടവരെ കേട്ടതാണ്. എന്താന്ന് വെച്ചാൽ നമ്മളെ ജലീൽ എഴുതിയിത്രേ. എന്താ എഴുതിയത്? മസ്ജിദുൽ ഹറാമിന് കോടിക്കണക്കിന് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ ലക്ഷോപലക്ഷത്തിന്റെ പ്രതിഫലമുണ്ട്. അപ്പൊ ഇയാൾ ചോദിക്കാത്രേ ഏത് ഹദീസ് അങ്ങ് കയ്യിലുള്ളത്? സാധാരണ നമ്മൾ കേട്ടത് എന്താ? മസ്ജിദുൽ അക്സക്ക് 500 ഇരട്ടി, പിന്നെ മസ്ജിദുൽ നബവിക്ക് 1000 ഇരട്ടി, മസ്ജിദുൽ ഹറാമിനോ 1,00,000 ഇരട്ടി. ഇതിപ്പോ പറയുന്നത് കോടിക്കണക്കിന് ഇരട്ടി എന്നാ ഈ പറയുന്നത്. ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാ? അതിനുള്ള മറുപടി ഞങ്ങളെ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു വളരെ വിശദമായിട്ട് ആ ഇരിക്കുന്ന ഹാസിയത്തുൽ ഈമാഹ് എന്ന തന്റെ ഗ്രന്ഥത്തിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹിനെ പറഞ്ഞ പ്രയോഗം എന്നറിയോ? എന്റെ ഈ പള്ളിയിലുള്ള നിസ്കാരം, എന്റെ ഈ പള്ളിയിലുള്ള എന്താ പറയുന്നത്? റസൂലുള്ളാഹിന്റെ പ്രയോഗം നോക്കണം.
മസ്ജിദുൽ അഖ്സയിലുള്ള നിസ്കാരം വെട്ടുകാട് പള്ളിയുള്ള നിസ്കാരത്തിനേക്കാൾ 500 ഇരട്ടി. മസ്ജിദുൽ നബവിയിലുള്ള നിസ്കാരം അല്ലാത്ത പള്ളികളേക്കാൾ 1000 ഇരട്ടി. അല്ലാത്ത പള്ളിയിൽ ഏതും പെട്ടു, മസ്ജിദുൽ അഖ്സയും പെട്ടു. അപ്പൊ മസ്ജിദുൽ അഖ്സയുടെ 500ന്റെ 1000, 500 ഗുണിക്കണം 1000 എത്ര? പറ മൗലവി, നിങ്ങൾ മനസ്സിലാക്കിയ കേവലം 1000 അല്ല, 500 ഗുണിക്കണം 1000 എത്ര? 500 ഗുണിക്കണം 1000 എത്ര? കൂട്ടാൻ ആർക്കും അറിയില്ലേ? 5 ലക്ഷം അല്ലേ? അപ്പൊ തന്നെ 5 ലക്ഷം. പിന്നെ റസൂല പറയാണ് മസ്ജിദുൽ ഹറാമിന് അല്ലാത്തവയേക്കാൾ 1 ലക്ഷം ഇരട്ടി. അല്ലാത്തവ എന്ന് പറയുമ്പോൾ മസ്ജിദുൻ നബിയുടെ 5 ലക്ഷം അവിടെ കിടക്കുന്നുണ്ട്. ആ 5 ലക്ഷത്തെ 1 ലക്ഷം കൊണ്ട് ഗുണിക്ക് എത്ര ലക്ഷം കിട്ടും? എത്ര കോടി കിട്ടും? ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു റിവായത്തുകളും കൂടിയാണ് കൂട്ടി വായിച്ചാണ്ടല്ലോ 10,000 കോടിക്കണ് വരും. ഞങ്ങളെ ലേഖനത്തിൽ തെറ്റുണ്ട് എന്നല്ലേ? അത് പറയാനാ നീ ഇവിടെ വന്നിട്ടുള്ളത്? നേർക്കുനേരെ പറ, പഠിപ്പിച്ചിട്ടും തരും. ഞാൻ പ്രകോപിതനായി പറയല്ല. വസ്തുതകളെ വളച്ചൊടിക്കുമ്പോഴുണ്ടാകുന്ന, ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന പ്രതികരണമാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഇവിടെ പ്രസംഗിച്ചു പോയ ആ വിദ്വാൻ ഇന്ന് എവിടെ നിൽക്കുന്നു? ആവള സംവാദത്തിൽ KNMന്റെ പക്ഷത്തു നിന്നുകൊണ്ട് സംവാദത്തിൽ നിശബ്ദനായി ഇരിക്കുന്ന രംഗം, ആ രംഗം ബാക്കിൽ നമ്മുടെ അന്ന് സംവാദത്തിൽ ഞങ്ങൾ 10 പണ്ഡിതന്മാരിൽ ഞങ്ങളെ ബാക്കിൽ നമ്മളെ ഇസ്തിഖാമയുടെ ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവര് കമ്പ്യൂട്ടറിൽ നിന്ന് പെട്ടെന്ന് ഇബാർത്ത് ടൈപ്പ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനൊക്കെ നമ്മുടെ ഇസ്തിഖാമയുടെ പണ്ഡിത വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ നോക്കുമ്പോ ഇയാള് ഫേസ്ബുക്ക് അത്ര വായിച്ചു നോക്കുന്നത്. സംവാദത്തിൽ വന്ന ആള് ഫേസ്ബുക്ക് വായിച്ചു നോക്കി. എന്താ ചെയ്യ? അന്ന് ഞങ്ങൾ സംവാദത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഇന്നും അവരുടെ ജംഇയ്യത്തുൽ ഉലമാക്ക് പോലും അതിന് മറുപടി പറയാൻ കഴിയാതെ വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇനി ബാക്കി കാര്യങ്ങൾ ഇവിടെ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനായ അനുവിധാനമുള്ളത് കാരണത്താൽ ഞാൻ വാക്കുകൾ നിർത്തുന്നു. അദ്ദേഹം പറഞ്ഞ നസാഫ് മൗലവി അവതരിപ്പിച്ച വിഷയങ്ങളെ ടോട്ടലൈസ് ചെയ്തുകൊണ്ട് അവയെ അടിസ്ഥാനപരമായിട്ട് അവ കേവലം ജൽപ്പനങ്ങളാണെന്ന് മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.